ഓക്കെ, അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ ഷുവർ ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻ ആക്കാൻ നമ്മൾ കിടക്കാൻ പോകുന്നത്. നോക്കിക്കോ, സോ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ പി വി ഡയഗ്രം ഓഫ് കാർനോട്ട് എഞ്ചിൻ ഇസ് ഗിവൺ ബിലോ. ഒരു പി വി ഡയഗ്രം തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ് റെപ്രസെന്റഡ് അബവ്. ഇതിൽ ഏതൊക്കെയാണ്? ആദ്യം 2 എക്സ്പാൻഷൻ പ്രോസസ് ഏതൊക്കെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ എന്താണ് അഡയബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, പിന്നെ അടുത്തത് അഡയബാറ്റിക് കംപ്രഷൻ. ഇതാണ് ആ 4 പ്രോസസ്സുകൾ. പിന്നെ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കോ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. എഫിഷ്യൻസി എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - Q2/Q1 അല്ലെങ്കിൽ 1 - T2/T1 എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, പെർസെന്റേജിൽ വേണമെങ്കിൽ ഇൻറ്റു 100 കൂടെ ചെയ്യേണ്ടി വരും. സോ അത് ഒരു ക്വസ്റ്റനും കൂടെ നോക്കിക്കോ. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചേഴ്സ് 398 and 293. സോ ടെമ്പറേച്ചേഴ്സ് ആണ് തന്നത്. സോ ചെറിയ ടെമ്പറേച്ചർ നമ്മൾ T2 ആക്കി എടുക്കുക. ഓക്കെ, സിംഗിൾ ടെമ്പറേച്ചർ വലിയ ടെമ്പറേച്ചർ നമ്മൾ T1 ആക്കി എടുക്കുക. ഫൈൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ എന്ത് വരും? 1 - T2/T1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസ് ഈക്വൽ ടു 1 - T2 ആയിട്ട് ആരാളുള്ളത്? 293 T1 ആയിട്ട് ആരാളുള്ളത്? 398. സോ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 398 - 293 ഡിവൈഡഡ് ബൈ 398 എന്ന് കിട്ടും. ഇത് ചെയ്തിട്ട് ഏകദേശം എത്ര വരെ അറിയോ? 0.263 ആണ് കിട്ടുക. ഈ പെർസെൻറ്റേജ് വേണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. സോ എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇൻറ്റു 100 ചെയ്യുക. സോ 26.3% ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക.